അയ്യപ്പൻ്റെ സ്വർണം കട്ടുപോയ വഴിയാണ്. ആ പോയ വഴിക്ക് വോട്ടെല്ലാവരും കൂടെ നാട്ടുകാർ പുറത്തോട്ടും കൊണ്ടുവന്നു. ഏതായാലും സഖാക്കളൊന്ന് പൊട്ടിക്കറിയുന്നത് നല്ലതായിരിക്കും കേട്ടോ. നമ്മളെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഈ ഇലക്ഷൻ്റെ പിന്നാലെയാണല്ലോ അല്ലേ. ഇപ്പോൾ ഇതിൽ റിസൾട്ടും വന്നു. റിസൾട്ട് ഏകദേശം 90% വന്നു കഴിഞ്ഞു. UDF തരംഗം എന്നൊന്നും പറയാൻ പറ്റില്ല. UDF ചരിത്രത്തിൽ ആദ്യമായിട്ട് തന്നെ എന്ന് വേണമെങ്കിൽ പറയാം. ഇത്രയധികം ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അങ്ങ് അടിത്തട്ടിൽ നിന്ന്, അതായത് വാർഡ് ലെവലിൽ നിന്ന് തന്നെ ഈ ഒരു അവസ്ഥയിൽ പഞ്ചായത്ത് ലെവലിൽ തന്നെ ഇത്രയും ഒരു മുന്നേറ്റം കൊണ്ടുവരുന്നത് ആദ്യമായിട്ടോ. 2010 ചെറുതായിട്ടൊക്കെ ഒരു മുന്നേറ്റം ഉണ്ടായിരുന്നെങ്കിലും ഇപ്രാവശ്യം അതായത് അടിത്തട്ടിലെ വോട്ടടക്കം UDF തിരിച്ചെടുത്തു. അതായത് UDFൻ്റെ സംഘടനാപരമായിട്ട് താഴെ തട്ടിലോട്ടൊന്നും UDF എത്താറില്ല എന്നാണ് പറയാറ്. ഏതായാലും ഈ പറഞ്ഞ വാർഡുകളും ഇതൊക്കെ എപ്പോഴും പഞ്ചായത്തുകളും വാർഡുകളും ഒക്കെ LDFൻ്റെ കൂടെ തന്നെ നിൽക്കാറുള്ളൂ. 941 പഞ്ചായത്തുകളിൽ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ പോലും അതിൽ ഏറ്റവും കൂടുതലായിട്ട് അല്ലെങ്കിൽ ഒട്ടുമുക്ക ഭാഗങ്ങളും UDF ഇപ്രാവശ്യം തിരിച്ചെടുത്തു. ഒരു വലിയ മുന്നേറ്റം തന്നെ. വലിയ മുന്നേറ്റം എന്നല്ല, കംപ്ലീറ്റ് അടിഞ്ഞ് തകർന്ന് ഇരിക്കുന്നൊരവസ്ഥയാണ്. ഇത് സർക്കാരിനുള്ള ഭരണവിരുദ്ധത ഒക്കെ അല്ലേ എന്ന് വെച്ച് കഴിഞ്ഞാൽ സത്യത്തിൽ അത് തന്നെയാണ്. പലതും കൊണ്ടുവന്ന് നോക്കി, അവസാനം ഒന്നും പിടിക്കാത്തടുത്ത് പെണ്ണിനെ വരെ ഇറക്കി നോക്കി. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പേരിൽ അത് നോക്കി. ആൾക്കാരതൊന്നും മൈൻഡ് ചെയ്തില്ല. നമ്മുടെ കഴിഞ്ഞ 10 വർഷമായിട്ട് സർക്കാർ കേരളത്തിൽ കൊണ്ടുവന്ന കാര്യങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കി അതിനനുസരിച്ച് വോട്ടും കൊടുത്തു. ഇനി പിന്നുള്ളൊരു മുന്നേറ്റം കാഴ്ചവെച്ച BJP ആണ്. പൊതി വരുന്നു ആഷ്മി, നല്ല ലഡു അവിടെ വിതരണം ചെയ്യുന്നുണ്ട്. ഓക്കെ, റെഡി. കാവി ലഡു റെഡി റെഡി. ആ, കാവിയിൽ പൊതിഞ്ഞതായിരിക്കും. റെഡി. രാഷ്ട്രീയ മുദ്രാവാക്യം ശരണം വിളിക്കുന്ന ശരിയാണെന്നൊക്കെ ആലോചിക്കട്ടെ. അതൊക്കെ പോട്ടെ. എന്തോ പറയുന്നുണ്ട്. പലരും പലതരത്തിലാണ് ആഹ്ലാദ പ്രകടനങ്ങൾ കാഴ്ചവെക്കുന്നത്. എല്ലാവരും പാർട്ടിക്ക് ജയ് വിളിക്കും, സ്ഥാനാർത്ഥിക്ക് ജയ് വിളിക്കും, നേതാക്കന്മാർക്ക് ജയ് വിളിക്കും. ഇവിടെ തിരുവനന്തപുരത്ത് ചില ഭാഗങ്ങൾ എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. അതായത് സ്ഥാനാർത്ഥിക്ക് ജയ് വിളിക്കും, പാർട്ടിക്ക് ജയ് വിളിക്കും, പിന്നെ വന്ദേ മാതരം വിളിക്കും, ഭാരത് മാതാക്ക് ജയ് വിളിക്കും, അവസാനം സ്വാമിയെ ശരണമയ്യപ്പ എന്നും വിളിക്കും. ഏതാണെങ്കിലും തെരഞ്ഞെടുപ്പിന് ജയിച്ചു കഴിഞ്ഞാൽ സ്വാമിയെ ശരണമയ്യപ്പ വിളിച്ചിട്ടാണോ അല്ലെങ്കിൽ അതും ഇതുമൊക്കെ എത്രത്തോളം അതിൻ്റെ മറ്റു കാര്യങ്ങൾ ഈ പറഞ്ഞ ആളുകൾ നമ്മൾ എന്താ പറയുക, ഏതായാലും അയ്യപ്പൻ്റെ വോട്ടും കൂടെ വന്നോന്നറിയില്ല. അയ്യപ്പൻ്റെ സ്വർണം കൊണ്ടുപോയ സ്ഥിതിക്ക് അയ്യപ്പൻ ഏതായാലും BJPക്ക് വോട്ട് ചെയ്യാമെന്ന് വിചാരിച്ചുകൊണ്ടായിരിക്കാം ഇവർ അയ്യപ്പനെ സ്തുതി വിളിക്കുന്നത്. ഏതായാലും അത് ഒരു വഴിക്ക് നടക്കട്ടെ, അതൊന്നും നമ്മൾ പറയുന്നില്ല. ഏതായാലും നമ്മൾ തള്ളിയ തള്ളലിൻ്റെ അത്ര ഒന്നും ഇല്ലെങ്കിലും BJP പല സ്ഥലങ്ങളിലും മുന്നേറിയെങ്കിലും ഒരുപാട് സീറ്റ് എടുക്കും എന്ന് പറഞ്ഞതിൽ നിന്ന് മാറിയിട്ട് അതങ്ങ് തിരുവനന്തപുരത്തോട്ടും അല്ലെങ്കിൽ പാലക്കാട് വലിയ ചേഞ്ചസ് ഒന്നും ഇല്ലാണ്ടെയും തൃശ്ശൂർ കിട്ടും. അതായത് നമ്മുടെ കോവിയണ്ണൻ ഒരുപാട് കലുങ്കിലിരുന്ന് സമരം ചെയ്തു നോക്കിയല്ല, മറ്റേ എന്താ പറയുക, തള്ളു നോക്കി. ശരി, അതൊന്നും ആരും എടുത്തില്ല. കാരണം ഒരിക്കൽ ചാണം ചവിട്ടിയവർക്ക് കറക്റ്റായിട്ട് അറിയാം ഇനി ചവിട്ടിക്കഴിഞ്ഞാൽ എന്തുണ്ടാവും എന്നുള്ളത്. അത് തിരുവനന്തപുരത്ത് അത് തൃശ്ശൂർ കറക്റ്റായിട്ട് കാണിച്ചും കൊടുത്തു. പാലക്കാട് അതുകൊണ്ട് തന്നെ വലിയ മുന്നേറ്റം അവർക്ക് ഉണ്ടാക്കാനും പറ്റിയില്ല. എന്താ കൊടുത്തതൊക്കെ അബദ്ധമാണ് എന്നുള്ള തോന്നലുള്ളത് കൊണ്ട് പാലക്കാട് അങ്ങനെ നിന്നു. ഇനി തിരുവനന്തപുരം പല ആളുകളും പല സ്ഥലത്തും പോയി ചവിട്ടിയിട്ടുണ്ട്. അതെന്താവും എന്നുള്ളത് അടുത്ത 5 വർഷം കൊണ്ട് ഇപ്പം കോവിയണ്ണം കാണിക്കുന്ന പോലെ തന്നെ അത് നമുക്കറിയാൻ പറ്റും. അതവിടെ നിൽക്കട്ടെ. പക്ഷേ ഇത്രയും കാലം ഈ LDFൻ്റെ വോട്ട് പോകുമ്പം അത് കോൺഗ്രസ്സിലോട്ടാണോ BJPയിലോട്ടാണോ എന്നുള്ളൊരു സംശയം എല്ലാവർക്കും ഉണ്ടാവാറുണ്ട് അല്ലേ. അത് വ്യക്തമാക്കി ഞാൻ കൊടുത്തു. ഭീകരത അല്ലെങ്കിൽ വർഗീയത കൊണ്ട് നടക്കുന്ന പാർട്ടിയിലോട്ട് തന്നെ LDFൻ്റെ വോട്ടൊക്കെ മറയണമെങ്കിൽ അത് വ്യക്തമായിട്ട് ഇപ്രാവശ്യം മനസ്സിലാക്കി എവിടെയൊക്കെ ജയിക്കണം തോൽക്കണം എന്നുള്ളൊരു ധാരണ ഇവർക്കുള്ളത് കൊണ്ട് തന്നെ ഞങ്ങൾ ഏതായാലും പൊട്ടിപ്പൊളിഞ്ഞു എന്ന് കണ്ട സ്ഥലങ്ങളിലെല്ലാം തിരിഞ്ഞു കുത്തി അതൊക്കെ NDAയിലോട്ട് വോട്ട് പോയത് വ്യക്തമായിട്ട് ഇപ്രാവശ്യം കണ്ടു. അപ്പം ഈ ഭീകരത തൊലയട്ടെ വർഗീയത തൊലയട്ടെ എന്നൊക്കെ പറഞ്ഞ് നടന്നുകൊണ്ട് കാര്യമില്ല. അത് സ്വന്തം അണികൾക്കും കൂടെ തോന്നണം. അതല്ലാണ്ട് ഉള്ളിൽ കൂടെ നമ്മുടെ എന്താ പറയുക, അണ്ണൻ്റെ മോനെ രക്ഷിക്കാനും മോളെ രക്ഷിക്കാനും അല്ലെ അണ്ണനെ തന്നെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് പല സ്ഥലങ്ങളിലും വോട്ട് ക്രോസ് വോട്ട് ചെയ്തിട്ടും അങ്ങനെ ഇങ്ങനെയൊക്കെ വോട്ട് മാറി കുത്തിയതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് BJPയുടെ മുന്നേറ്റം എന്നതിൽ നമുക്ക് കാണാൻ പറ്റും. എന്തായാലും ഇപ്രാവശ്യം ഇപ്പം എന്താ പറയുക, നമ്മുടെ കോർപ്പറേഷനുകൾ എടുത്ത് നോക്കിയാൽ പോലും കഴിഞ്ഞ പ്രാവശ്യം 6 കോർപ്പറേഷൻ കയ്യിൽ വെച്ചിട്ടുള്ള LDFൻ്റെ ഒരു അവസ്ഥ നിങ്ങൾ ആലോചിച്ച് നോക്കണം. നേരെ തിരിഞ്ഞ് കയ്യിലുള്ള ഒന്ന് പോലും ഉണ്ടോ ഇല്ലേ എന്നുള്ള അവസ്ഥയിൽ നിൽക്കുകയാണ്. 4 എണ്ണം കോൺഗ്രസ് കൊണ്ടുപോയി. ഇനിയുള്ള ഒന്ന് കോഴിക്കോട് ഇഞ്ചോടിഞ്ച് നിൽക്കുന്നത്. അത് കഴിഞ്ഞാൽ തിരുവനന്തപുരം അതും BJP കൊണ്ടുപോകും എന്നുള്ള അവസ്ഥയിൽ ഇത്തരത്തിലുള്ള ദയനീയമായിട്ടുള്ള അവസ്ഥ 10 കൊല്ലം കൊണ്ട് ഈ സർക്കാർ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഫുൾ ക്രെഡിറ്റ് നമ്മുടെ ഇരട്ടച്ചങ്കൻ്റെ ആ ഒരു ചങ്കിന് തന്നെ കൊടുക്കണം. അല്ലെങ്കിൽ ചങ്കുകൾക്കും ചങ്കിടിപ്പിനും ചങ്കിടിപ്പ് കൊടുത്ത് അല്ലെങ്കിൽ താങ്ങി നടന്നിട്ടുള്ള സകല നേതാക്കൾക്കും നമ്മളത് കൊടുക്കണം.
ഈ ഒരു ബസ്സിൽ 41 അലിബാബി 41 കള്ളന്മാരും എന്ന് പറഞ്ഞ പോലെ നവകേരള ബസ്സും മുഖ്യമന്ത്രിയും കൂട്ടത്തിൽ 41 മന്ത്രിമാരും എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. എല്ലാവരെയും റൗണ്ട് ചെയ്ത് മാർക്ക് ചെയ്തിട്ടുണ്ട് ഇപ്രാവശ്യം ഈ ഒരു റിസൾട്ട് വന്നിട്ടുള്ളത്. കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ ഈ പറഞ്ഞ മന്ത്രിമാരുടെ വാർഡുകളിലെല്ലാം അവരുടെ പാർട്ടി ജയിക്കാണ്ട് UDF അതല്ലെങ്കിൽ BJP ജയിച്ച് വന്നൊരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. അപ്പം ഇതോടുകൂടി കോൺഗ്രസ് ഇല്ലാണ്ടാവും. ഈ ഒരു തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പോടുകൂടി കോൺഗ്രസ് ഇല്ലാണ്ടാവും. കോൺഗ്രസിൻ്റെ കംപ്ലീറ്റ് വോട്ടും ഇതാ BJPയിലോട്ട് പോകുന്നു, കോൺഗ്രസ്സുകാരുടെ ഉള്ളിലെ BJP RSS ബന്ധം ഇതാ പുറത്തോട്ട് വരുന്നു എന്ന് പറഞ്ഞത് നേരെ തിരിഞ്ഞ് കോൺഗ്രസിൻ്റെ വോട്ട് ഇരട്ടിയാകുകയും LDFൻ്റെ വോട്ട്, അതായത് നമ്മുടെ ഇരട്ടച്ചങ്കൻ്റെ വോട്ടുകളെല്ലാം കൂടെ തിരിഞ്ഞ് ഈ പറഞ്ഞ വർഗീയ പാർട്ടിയിലോട്ട് പോകുന്നതും നമ്മൾ കണ്ടു. ഇനിയെങ്കിലും ആൾക്കാർ തിരിച്ചറിയാം 10 വർഷം അതല്ലെങ്കിൽ ഈ ഒരു പാർട്ടി മുമ്പിൽ കാണുന്നതും കാണിക്കുന്നതുമല്ല ഇവരുടെ ഉള്ളിലിരിപ്പ്, ഇവരുടെ യഥാർത്ഥ ഉള്ളിലിരിപ്പ് എന്താണ് എന്ന് ജനങ്ങൾ മനസ്സിലാക്കി. പിന്നെ പാർട്ടിയിലുള്ള അകത്ത ആൾക്കാർ മനസ്സിലാക്കി അവർ തിരിച്ചു വോട്ട് NDAക്ക് കുത്തുകയും ചെയ്തു. ഏതാണെങ്കിലും റിസൾട്ട് കംപ്ലീറ്റ് ആയിട്ടില്ല, ഇനിയും വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നോക്കാം എന്താവും ബാക്കി ഫൈനൽ റിസൾട്ട് എന്താണെന്നുള്ളതെന്നും നോക്കാം. ഏതാണെങ്കിലും UDF മുന്നേറ്റം അത് എത്രത്തോളം ഉണ്ട് എന്നുള്ളത് ഈ ഒരു തെരഞ്ഞെടുപ്പോടുകൂടി ചരിത്രത്തിൽ തന്നെ ഒരു മാറ്റം കൊണ്ടുവന്നു എന്ന് നമുക്ക് തെളിഞ്ഞിട്ടുണ്ട്.